ഹലോ, ഞാൻ ലോഡായിട്ട് വന്നിട്ടുണ്ടല്ലോ. ഇതെവിടെ ഇറക്കണ്ടേ? നിങ്ങളെല്ലാം മനസ്സെന്നെ ചാണ ഏൽപ്പിച്ചത്. ഞാൻ അട്ടപ്പാടി പോയി ലോഡായിട്ട് വരികയാണ്. ചാണോ? ഞാൻ ചാണ ഇറക്കാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ എവിടുന്നാ വിളിച്ചത്? ആർക്ക് വെച്ചിട്ടാ വിളിച്ചത്? ഞാൻ അങ്ങാടിയിലുണ്ട്. എവിടെ തട്ടേണ്ടത്? ആര് ചാണ ഇറക്കാൻ പറഞ്ഞു? എന്ത് ചാണ ഇറക്കാൻ? എനിക്ക് ആർക്കാ വിളിച്ചത്? എനിക്കെന്ത് എങ്ങനെ നമ്പർ വെച്ച് തെറ്റിയിട്ടുണ്ടാവും. എവിടെ ചാണ ഇറക്കുന്നത്? ഞാൻ അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഇതൊരു കാര്യം ചേച്ചി, ഞാൻ അങ്ങാടിയിലുണ്ട്. എവിടെ തട്ടേണ്ടത്? പൊന്നാർ ചെങ്ങായി, എജ്ജ് ഏൻ്റെ നോക്കിയിട്ടാ വിളിച്ചത്? ഏത് നമ്പർക്കാ വിളിച്ചത്? എവിടെ? ഞാൻ എപ്പോൾ ചാണം പറഞ്ഞു? എന്ത് ചാണം പറഞ്ഞു? ഇജ്ജ് ആർക്കാ വിളിച്ചത്? എന്താ പറഞ്ഞ കഥ? ഇജ്ജ് ശരിക്കും നമ്പർ നോക്കിയിട്ട് നോക്കി ഏതാണെന്ന് ഞാൻ പറഞ്ഞേക്കെന്ന് പറഞ്ഞ്. പൊന്നാർ ചെങ്ങായ, ഞാൻ അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. എനിക്കറിയില്ല. ഇവിടെ മനുഷ്യൻ തലയിൽ കത്തി നിൽക്കുമ്പോൾ എൻ്റെ ഒരു ചാണം. പൊന്നാർ ചെങ്ങായി, ഇവിടെ മനുഷ്യനാകെ പിരാന്തടിച്ച് തലയിൽ കത്തി, മലയിൽ കത്തുമ്പോൾ തലയിൽ കത്ത് പറഞ്ഞ മാതിരി മനുഷ്യനാകെ സ്വയ്പായി നിൽക്കുമ്പോൾ എൻ്റെ ഒരു ഒലക്കമല്ല ചാണം. ഇജ്ജിപ്പോൾ എവിടെ നിൽക്കുന്നത്? അങ്ങാടിയിലോ? എന്നാ ഒരു കാര്യം ചെയ്ത് ഇജ്ജ് ആ ഷട്ടറിന്റെ മുന്നിലാണ് കൊണ്ടുപോയി തട്ടിക്കാളാം. മനുഷ്യൻ ഓരോ പിരാന്ത് പിടിച്ച് നിൽക്കുന്ന സമയത്ത് എൻ്റെ ഓരോ ചാണം കീണമെന്നറിയാം. പണ്ടാറടക്കാൻ ഓരോ കുരിശുകൊണ്ട് വരും, ഓരോ പിത്തന. മനുഷ്യനാകെ സ്വയ്പായി നിൽക്കുന്ന സമയത്ത് ഒലക്ക. ആ റഷീദ, ഇജ്ജ് എവിടെ കായേ? എന്താ നല്ല പൊന്നാർ ചെങ്ങായ, മനസ്സ് എങ്ങനെ നിക്കണുണ്ട് ഓരോ സ്വീപ്പ്. ആന്നും പറയണ്ട. ഒരു ചാണം തട്ടുന്ന കേസേ ഫോണ് മാറി വന്നാണ്. ആ ചെങ്ങായിക്ക് എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവൂല. ഞാൻ എന്ത് ചെയ്തെന്നോ, അവിടെ ആ വീടിന്റെ ഷട്ടറിന്റെ മുന്നിലാണ് തട്ടിക്കളാറ്. അവിടെ തട്ടിട്ടുണ്ടാവും. എന്താ ചെയ്യിക്കോട്ടെ, എത്ര പറഞ്ഞാലും തലയിൽ കയറഞ്ഞാ പിന്നെ എന്താ കാട്ടുക? നമ്പർ മാറി എന്നാണ് പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാവണ്ടേ. മനസ്സ ഇവിടെ തലയിൽ കത്തുമ്പോ മലയിൽ കത്തുകാരണ മാതിരി മനസ്സ അവിടെ സ്വയ്പായി നിൽക്കുകയാണ്. അപ്പോഴാണ് ഓൻ്റെ ഒരു ചാണേറ്റ് വരുന്നത്. ഓനോട് പറഞ്ഞിട്ട് ഓന് മനസ്സിലാവണ്ടേ. അല്ലാത്ത അല്ല റസിയ, എന്താ എന്താ അങ്ങനെ പോണ്ട്? കഴിക്കാൻ വല്ലതും ഉണ്ടാ വയസ്സായിട്ട്? എന്തിയാ പോയി ഒന്നാം ചെങ്ങായ ഒന്നും തിന്നിട്ടില്ല. കഴിക്കലാണെങ്കിൽ കഴിഞ്ഞും ചെയ്തു. ഒരു ഉറുപ്പ് കഴിക്കല്ലോ. വല്ലതും തിന്നാൻ വേണ്ടിട്ട് വല്ല ബിരിയാണി എന്തെങ്കിലും തിന്നാനേ. അപ്പൊ ഉച്ചക്ക് ചോർന്നിട്ടില്ലേ? ഇല്ലേ, ചെറുമട്ടത്തില് ഞാൻ ഇപ്പൊ ബിരിയാണി ഒക്കെ തിന്നാണ്ട് വരികയാണ്. തിന്നാ? ആടാ, ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. എന്നാ വേണമെന്നാ 100 റുപ്യ എന്നാ പൈസ ആണെന്ന് കേട്ടോ. 100 റുപ്യ എന്നാ അതേറ്റ് തിന്നാളെ. നമ്മളിപ്പോ ഏത് ഹോട്ടലിക്കാ പോവാ? എനിക്കറിയില്ല ഏതാ ഹോട്ടലുള്ളത്. ഹോട്ടല് നമ്മളെ ഗ്രേസ് വാലിനാട് തിരുനോട്ടേ ഓൽക്കളം ബാങ്കിന്റെ അവിടെ ഉണ്ടല്ലോ, നമ്മളെ മജീദാക്കാന്റെ ഹോട്ടല്. അവിടെ നല്ല ബിരിയാണിയും നല്ല ഫുഡാണ് കാരണം. അവിടെ ആണ്ട് പോയാലോ? ആണ്ട് പോയാലോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓക്കെ, ഇതാണ് നമ്മളെ ഞാൻ പറഞ്ഞ മജീദാക്കാന്റെ ഹോട്ടല്. ഇതാണ്. ഇവിടെ നല്ല ഫുഡാണ്. ഞാൻ എപ്പോഴും കഴിക്കുന്നതാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോ ഇവിടെ ഒന്ന് ഫുഡ് കഴിച്ചിട്ടാ പോക്ക്. നമ്മളോരോ ബിരിയാണി കഴിച്ചാലോ? അനക്ക് ഫുഡ് വേണ്ടടാ? എനിക്ക് വേണ്ടടാ. അതെന്തേ? അത് വേണ്ട, എനിക്ക് ചിന്നട്ടോ. അല്ലടാ, നല്ല ഫുഡാണ്, കഴിക്ക്. വേണ്ടട്ടോ. ഇരിക്ക് കമ്പനിക്കേ. എന്താ ഫുഡ് പാട്? നല്ല സൂപ്പർ ഫുഡാണ്. അതല്ല ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നതാണ്. ഇജ്ജ് കുറച്ച് കഴിച്ചു നോക്ക്, എന്നിട്ട് വേണ്ടടാ. അല്ല എന്നാലും കുറച്ച് കഴിച്ചോ, ഒരു ഹാഫെങ്കിലും കഴിച്ചോ. ഒരു പ്ലേറ്റ് കൂടി കാട്ടിക്കോ. ഒരു ബിരിയാണി എടുത്തന്നാല്. ഒരു ബിരിയാണി എടുത്തോ? എന്നാ കൊടുക്ക, ഒരു ബിരിയാണി കൊടുക്ക്. ആയിക്കോട്ടെ. അല്ല ബോസേ, എത്രയായി ബിരിയാണിക്ക്? 2 ബിരിയാണി അല്ലേ? 160 റുപ്യ. 160. ആയിക്കോട്ടെ, നല്ല ബിരിയാണി, കുഴപ്പമൊന്നുമില്ല, നല്ല ബിരിയാണി. ഓക്കെ, തെറ്റപ്പതുണ്ടായി. 100 റുപ്യ തന്നും ചെയ്ത് 80 റുപ്യന്റെ ബിരിയാണി തിന്നും ചെയ്ത് 160 റുപ്യ അങ്ങനെ ആയി. എന്താ പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞില്ല.